ഹലോ, ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പം കഴിഞ്ഞ തവണ ഈ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ വീഡിയോ കേട്ടപ്പം ഒത്തിരി പേര് വന്നിട്ട് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് പുലിമുട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലൊരു പ്രോഗ്രസ് ഉണ്ട്. കടലൊക്കെ വളരെ കാമായിട്ട് കിടക്കുകയാണ്. അപ്പം നല്ലൊരു പ്രോഗ്രസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഇപ്പോഴത്തെ ഒന്ന് പ്രോഗ്രസ് ഒന്ന് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ഞാൻ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രോഗ്രസ് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് പുലിമുട്ട് പണി നടക്കുന്നത്. ആ കിടക്കുന്ന ഒരു ബാർജൊക്കെയാണ്. അപ്പം പുലിമുട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒരു 1200 മീറ്റേഴ്സിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പം സ്ലോലി ആ ടേൺ, ഈ പുലിമുട്ട് ഇപ്പം ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ നിന്ന് ഇത് സ്ലോലി സൗത്തിലേക്ക് ടേൺ ചെയ്യും. ആ ഒരു പോർഷൻ വരെയാണ് ഇപ്പോൾ പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ടേൺ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്താണ് ഈ ലോറി ഇപ്പം ചെന്ന് ഈ കല്ലിടുന്നതൊക്കെ കാണിക്കുന്നത്. ആ ഒരു പോർഷനിൽ ഏതാണ്ട് 17 മീറ്റർ 18 മീറ്റർ വരെ ആഴമുണ്ട്. അപ്പം വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ആഴക്കൂടുതൽ കാരണം കുറച്ച് സ്ലോ ആയിട്ടാണ് ആ പോർഷനിൽ പണി നടക്കുന്നത്. ഇപ്പം തന്നെ ഈ ലോറി അവിടെ ചെന്നിട്ട് എൻഡ് ഓൺ ഡംപിങ് എന്ന് പറഞ്ഞിട്ട് ഈ പുലിമുട്ടിൻ്റെ ഏറ്റവും എൻഡിൽ ചെന്നിട്ട് ലോറിയിലെ കല്ല് അവിടെ ഇട്ട് ഈ പുലിമുട്ടിൻ്റെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ എൻഡ് ഓൺ ഡംപിങ്. അപ്പം അതിനുവേണ്ടിയാണ് ഈ ലോറി ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഇനി അതിലുള്ള റോക്സ് എല്ലാം അവിടെ തട്ടി അത് ആ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണിത്. അതിൻ്റെ റൈറ്റിൽ ഈ കിടക്കുന്നത് ഒരു പൊസിഷൻ ബാർജാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പൊസിഷൻ ബാർജിൻ്റെ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. സ്പ്ലിറ്റ് ബാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാർജിൻ്റെ ബോട്ടം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇപ്പം ഇവിടുത്തെ കാര്യം വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന റോക്സ് ഈ പറയുന്ന പൊസിഷൻ ബാർജിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് കറക്റ്റ് പൊസിഷൻ അതിൻ്റെ സൈഡിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേസിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ സ്പ്ലിറ്റ് ബാർജിൻ്റെ ബോട്ടം ഓപ്പൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അകത്തുള്ള കല്ലുകൾ ആ പൊസിഷനിൽ അവർ ഡംപ് ചെയ്യും. അതാണ് ഈ പൊസിഷൻ ബാർജിൻ്റെ യൂസ്. ഇപ്പോൾ സ്പ്ലിറ്റ് ബാർജ് ഇപ്പം ഒരു 1 2 3 സ്പ്ലിറ്റ് ബാർജ് ഇവിടെ ഉണ്ട്. സ്പ്ലിറ്റ് ബാർജ് 1, സ്പ്ലിറ്റ് ബാർജ് 5, അങ്ങനെ കുറച്ച് സ്പ്ലിറ്റ് ബാർജസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതിപ്പം മെയിനായിട്ട് ഇവർ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് കല്ല് എത്തിച്ചിട്ട് ആ കല്ല് ഈ പൊസിഷൻ ബാർജിൻ്റെ സൈഡിൽ സ്പ്ലിറ്റ് ബാർജ് വന്നതിന് ശേഷം അവിടെ ഡംപ് ചെയ്യുന്ന പ്രൊസീജിയറാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ലോറി അവിടെ നിന്ന് എൻഡ് ഓൺ ഡംപിങ് വഴി പുലിമുട്ടിൻ്റെ ഫിസിക്കൽ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ പൊസിഷൻ ബാർജിൻ്റെ സൈഡിൽ സ്പ്ലിറ്റ് ബാർജ് വന്ന് കല്ല് അവിടെ ഇട്ട് ഈ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ ഈ കടൽ കാണുന്ന സീ ലെവലിൽ നിന്ന് ഒരു 5 മീറ്റർ വരെ കല്ലിട്ട് പൊക്കിയതിന് ശേഷം ഈ പറയുന്ന ലോറി എൻഡ് ഓൺ ഡംപിങ് വഴി എക്സ്റ്റെൻഡ് ചെയ്താണ് പുലിമുട്ടിൻ്റെ നീളം കൂട്ടുന്നത്. ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് ബാർജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു വരുന്നുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ ബാർജിൻ്റെ സൈഡിൽ തന്നെ 2 ടഗ്ഗൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ടഗ്ഗും ഈ സ്പ്ലിറ്റ് ബാർജ് വരുമ്പോൾ അവർ പൊസിഷൻ ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ ടഗ്ഗുകൾ അവിടെ കിടക്കുന്നത്. പിന്നെ അതുപോലെ ഇതൊരു ബോയി ആണ്. ഈ കടലിലെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാനൊക്കെയും സേഫ് നാവിഗേഷൻ ചാനൽ കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി എക്യുപ്മെൻ്റ് ആണ്. ഈ കാണുന്ന പോർഷനിലെല്ലാം ഏതാണ്ട് ഒരു 15, 16, 17 മീറ്റേഴ്സൊക്കെ ആഴമാണ്. ആഴം ഇങ്ങനെ കൂടി വരുന്ന ഒരു റീജിയനാണ് അവിടെ. സ്ലോലി ഇപ്പോൾ കാണുന്ന ആ എൻ പോർഷനിൽ നിന്ന് ഒരു ഗ്രാജുവലായിട്ട് ഒരു കേവ് പോലെയാണ് ആ ടേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സഡൻ ടേൺ അല്ല, ഒരു കേവ് പോലെ ഒരു ടേൺ ആണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്.
അപ്പം കുറച്ച് ടൈം എടുക്കും ആ ടേൺ ഒന്ന് നമുക്ക് ഫിസിക്കലി കാണാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ കേവ് കുറച്ചെങ്കിലും ഒന്ന് പ്രോഗ്രസ് ആയാലേ ഇവർക്ക് ഈ അക്രോപോഡ് എന്ന് പറയുന്ന നമുക്ക് ഈ ആർമർ യൂണിറ്റ്സ് ഉണ്ട് ഈ പുലിമുട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഈ കാണുന്നത് ഒരു ആർമർ യൂണിറ്റ്സ് ആണ്. ഇതിൻ്റെ പേര് ടെട്രാപോഡ് എന്നാണ്, ടെട്രാപോഡ്. പക്ഷെ നമ്മുടെ വിഴിഞ്ഞത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അക്രോപോഡ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അക്രോപോഡ്സ് ഈ ടെട്രാപോഡിനെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർമർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടേൺ കുറച്ച് പ്രോഗ്രസ് ആയതിനു ശേഷം മാത്രമേ അവർക്ക് ഈ അക്രോപോഡ് അവിടെ സെറ്റ് ചെയ്തിട്ട് ഫുള്ളി ഈ ബ്രേക്ക് വാട്ടറിനെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചാൽ കാണാം ആ ലോറിയിൽ നിന്നുള്ള എൻടോൺ ഡംപിങ്, അതിലെ പാറകൾ അവിടെ ഇറക്കി ഫിസിക്കലി ആ ലെങ്ത് കൂട്ടുന്ന പ്രോസസ്സാണ് കാണുന്നത്. കാണുന്നൊരു ടഗ്ഗാണ്, അമൃത് SS എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതൊരു ടഗ്ഗാണ്. അതെല്ലാം ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ടഗ്ഗുകളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എക്സ്കവേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഈ പാറ കറക്റ്റായിട്ട് അടുക്കി പുലിമുട്ടിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള പണിയാണ് അവിടെ നടക്കുന്നത്. ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ പണ്ടത്തെ വേവ് എനർജി പ്ലാന്റ് ആയിരുന്നു. വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ വേവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രൊസീജിയർ തുടങ്ങിയത് നമ്മുടെ ഇവിടെ വിഴിഞ്ഞത്തായിരുന്നു. എന്തൊക്കെ കാരണങ്ങളായിട്ട് അത് പിന്നെ അങ്ങ് സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു റിമൈൻസാണ് ഈ കാണുന്നത്. ഇനിയിപ്പം വിഴിഞ്ഞം പോർട്ട് വരുന്നതോടെ വീണ്ടും വിഴിഞ്ഞത്ത് ഒരു വേവ് എനർജി പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഓസില്ല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, പക്ഷേ എന്നാലും അവരത് ചെയ്യും എന്ന് തന്നെയാണ് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്നത്. ഈ കാണുന്നതെല്ലാം ഒരു ബാർജാണ്. ഈ കാണുന്നത് ബാർജിൻ്റെ മുകളിൽ ഒരു എക്സ്കവേറ്ററാണ്. അപ്പം അത് അവിടെ നിന്ന് ഈ പാറകൾ അടുക്കി പുലിമുട്ടിൻ്റെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അവിടെ കാണുന്നത്. ഇപ്പം മെയിനായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ ഒരു മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ബ്രേക്ക് വാട്ടറാണ്. അപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ അഡ്വാൻസ് ചെയ്താലേ അവർക്ക് ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്ക് വാട്ടർ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രസ് ഏതാണ്ട് 1200 മീറ്റേഴ്സിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ലോലി ആ ടേൺ സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. ആ ടേൺ ഒന്ന് കുറച്ച് സ്റ്റാർട്ടായി കംപ്ലീറ്റായി ഈ ബർത്തിന് പാരലായിട്ട് ആ ടേൺ ബ്രേക്ക് വാട്ടർ നീങ്ങാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇവർക്ക് ബാക്കിയുള്ള പണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബർത്തിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. അതിൽ സൂപ്പർ സ്ട്രക്ചേഴ്സൊക്കെ മാത്രമാണ് ഇനി ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ. ബർത്ത് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രം ബർത്ത് കാണാം. ഈ കാണുന്ന പോർഷൻ, ആ ബിൽഡിങ്ങിനപ്പുറത്ത് കാണുന്നത് പോർഷൻ, അതാണ് ബർത്തിൻ്റെ ഏരിയ. അപ്പോൾ അത് ടോട്ടൽ ഒരു 800 മീറ്റേഴ്സാണ് ബർത്ത് വരുന്നത്. 800 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ
ഇന്ന് വേൾഡിലുള്ള ഏറ്റവും വലിയ 2 ഷിപ്പ്, 2 മദർഷിപ്പ്, 400 മീറ്റേഴ്സ് ഈച്ച് വരുന്ന 2 ഷിപ്പ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ 800 മീറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഈ ബർത്ത് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് റേസിൽ 800 മീറ്റേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് എല്ലാ അപ്ഡേറ്റ്സിലും വരുന്നത്. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ 800 മീറ്റേഴ്സ് ആണെങ്കിൽ ഒരു സമയം 2 മദർഷിപ്പ്, ഇന്ന് വേൾഡിലുള്ള ഏറ്റവും വലിയ മദർഷിപ്സ് ആയിട്ടുള്ള എവറേസ് ആണിപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഏതാണ്ട് 400 മീറ്റേഴ്സും വിഡ്ത്ത് ഏതാണ്ട് 62 മീറ്റേഴ്സിനടുത്തുമാണ് വരുന്നത്. അപ്പം ആ കപ്പലിന് വരെ ഇവിടെ അടുക്കാം, അതാണ് അവരുടെ ഒരു പ്ലാൻ. അപ്പോൾ ബർത്തിൽ ടോട്ടൽ എല്ലാ പൈലിങ്ങും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വൺസ് ഈ പുലിമുട്ട് അഡ്വാൻസ് ആയതിനു ശേഷം ഇവർക്ക് ഈ ബർത്തിൻ്റെ ബാക്കിയുള്ള പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബർത്തിൻ്റെ ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചേഴ്സും അതിൻ്റെ മുകളിൽ ക്രെയിൻ വരുന്നത്, ഈ ഷിപ്പ് ടു ഷോർ ക്രെയിൻസ് ഉണ്ട്. അതിപ്പോൾ വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് ഏതാണ്ട് 8 ക്രെയിനാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. അപ്പോൾ 8 ക്രെയിൻ എന്ന് പറയുന്നത് ഇന്ന് വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ZPMC ക്രെയിൻ മാനുഫാക്ചറേഴ്സാണ്, ചൈനയിൽ നിന്നുള്ള. അവരാണ് ഈ ക്രെയിൻസ് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയും പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പം ഈ ബ്രേക്ക് വാട്ടർ അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് ഈ പറയുന്ന ക്രെയിൻസ് അവർ കപ്പലിലായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ അൺലോഡ് ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബർത്തിൻ്റെ മുകളിലായിരിക്കും ആ പറയുന്ന 8 ക്രെയിനും ഷിപ്പിൽ നിന്ന് കണ്ടെയ്നേഴ്സ് എടുത്ത് ഷോറിലേക്ക് വെക്കുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിൻസ്, അല്ലെങ്കിൽ റെയിൽ മൗണ്ടഡ് കീ ക്രെയിൻസ് എന്നും പറയും. അപ്പം ഈ പറയുന്ന 8 ക്രെയിൻസാണ് ഇവിടെ ഈ കാണുന്ന ബർത്തിൽ വരാൻ പോകുന്നത്. അപ്പം ടെക്നിക്കലി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വരാൻ പോകുന്ന കപ്പൽ ഒരു ചൈനീസ് കപ്പലായിരിക്കും. ചൈനയുടെ ZPMC എന്ന് പറയുന്ന ക്രെയിൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന ക്രെയിൻസുമായിട്ട് ഉള്ള കപ്പലായിരിക്കും ഇവിടെ ആദ്യം അടുക്കാൻ പോകുന്നത്. ഒഫീഷ്യലി ഇനോഗ്രേഷൻ കഴിയുമ്പോൾ വരുന്നത് ചിലപ്പം വേൾഡിലെ ഏറ്റവും വലിയ കപ്പൽ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ക്രെയിൻസായിട്ട് വരാൻ പോകുന്നത് ഈ ചൈനീസ് കപ്പലായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ടെട്രാ പോർട്ട്സ് എല്ലാം ഇവിടുത്തെ പഴയ പോർട്ടിൻ്റെ, ഫിഷിംഗ് ഹാർബർ പോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടെട്രാ പോർട്ട്സാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പോർട്ടിൻ്റെ ബാക്കി കൺസ്ട്രക്ഷനും അതിനു വേണ്ടിയുള്ള റോക്സ് അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നതും എല്ലാം കാണാം. ടോട്ടൽ ഏതാണ്ട് 87 lakh ടൺസാണ് വിഴിഞ്ഞത്തിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് വേണ്ടി വരുന്നത്. 87 lakh ടൺസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് 87 lakh ടൺസാണ് നമുക്ക് പുലിമുട്ടും ബാക്കിയുള്ള ഈ ബർത്തിൻ്റെ സൈഡിലുള്ള ബണ്ടിനും എല്ലാത്തിനുമായിട്ട് വിഴിഞ്ഞത്തിന് ഫുള്ളായിട്ട് ആവശ്യം വരുന്ന ഇത്രയും കല്ലാണ്. അപ്പോൾ ഈ 87 lakh ടൺസിനകത്ത് ഓൾറെഡി ഓൾമോസ്റ്റ് 30-35 lakh ടൺസ് ഇവർ ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ട്. പല കോറികളിൽ നിന്നായിട്ട് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പോർഷൻ വിഴിഞ്ഞത്ത് തന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കൊല്ലത്തും കുറച്ച് മുതലപ്പുഴയിലുമാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ സ്പ്ലിറ്റ് ബാർജ് വഴി ഇപ്പോൾ കാണുന്നത് ഒരു സ്പ്ലിറ്റ് ബാർജാണ്, സ്പ്ലിറ്റ് ബാർജ് 5. അപ്പോൾ ഇതുപോലെ സ്പ്ലിറ്റ് ബാർജിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്താണ് പുലിമുട്ടിൻ്റെ നീളം അവർ കൂട്ടുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ബാർജ് 5 ഇപ്പം കൊല്ലത്തുനിന്ന് കല്ലുമായിട്ട് വരുവാണ്. ശ്രദ്ധിച്ചാൽ ആ സ്പ്ലിറ്റ് ബാർജിൽ കല്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ ലോഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പം ഈ പറഞ്ഞ പൊസിഷൻ ബാർജിൻ്റെ അടുത്ത് വന്ന് അവർ ഡംപ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരിക്കണം. അതിന് മുമ്പേ സൂര്യൻ അസ്തമിച്ചില്ലെങ്കിൽ എന്തായാലും കാണാൻ പറ്റുമായിരിക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ പോർട്ടിലേക്കുള്ള സബ്സ്റ്റേഷൻ, കറണ്ടിന് വേണ്ടിയുള്ള സബ്സ്റ്റേഷൻ്റെ പണി ഏതാണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ളായിട്ട്. മിക്കവാറും ഈ മന്ത് തന്നെ അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാവുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വരുന്നത്. റോഡ് കണക്ടിവിറ്റി തന്നെ ആണെങ്കിൽ ഈ പോർട്ടിലേക്ക് വരുന്ന പോർട്ട് കണക്ടിവിറ്റി ആണെങ്കിൽ തന്നെ ഒരു 2 കിലോമീറ്റർ ലോങ് റോഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയും കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറാവുന്നുണ്ട്. ഒരു 2 പാലം അതിനകത്ത് വരുന്നുണ്ട്, 2 കുളത്തിന് മുകളിലൂടെ 2 പാലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയാനുള്ളത്. പിന്നെ ഈ അക്രോപോർട്സ് തന്നെ ഈ ടേൺ കുറച്ചൊന്നായി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ അക്രോപോർട്സിനെ പതുക്കെ ഈ അക്രോപോർട്സ് ആർമർ യൂണിറ്റ് വെച്ചിട്ട് പുലിമുട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്തായാലും ഈ മന്തോടെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം പുലിമുട്ടിൻ്റെ ഒരു ഫിസിക്കൽ ടേൺ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും അക്രോപോർട്സ് പൊസിഷൻ ചെയ്യാൻ പോകുന്നത്. അക്രോപോർട്സ് ഏതാണ്ട് പ്രോജക്റ്റിന് ടോട്ടൽ വേണ്ടത് 20,700 ടോട്ടൽ അക്രോപോർട്സ് വേണ്ടത്. അതിനകത്തൊരു 50% 10,500 സംതിങ് ഓൾറെഡി ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 50% ടോട്ടൽ അക്രോപോർട്സിൻ്റെ 50% അവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇവിടെ ഈ ടേൺ പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതവർ പൊസിഷൻ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ബാക്കിയുള്ള 50% കൂടെ അവർ വീണ്ടും കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങും. അങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്ലാൻസ്. മറ്റ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് എന്തായാലും പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗ് അതിൻ്റെയൊക്കെ ഓപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ടായി. ഇനോഗ്രേഷൻ കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി അവരുടെ ഓഫീസും ചെയർമാൻ CEO ഇവരെല്ലാം VISLൻ്റെ ചെയർമാൻ ഇവരെല്ലാം CEO ഇവരെല്ലാം ഇരിക്കുന്നത് അവിടെ ആണെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ളത്. ലോറീസ് ഇങ്ങനെ ഈ എൻഡ് ഡംപിങ്ങിന് വേണ്ടി ലോറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് പാറയായിട്ട്. അപ്പോൾ ഈ കാണുന്നൊരു പോർഷൻ ഇതിനകത്താണ് ടേണിംഗ് സർക്കിൾ. അപ്പോൾ ഒരു കപ്പൽ കയറി വരുവാണെങ്കിൽ കപ്പൽ നമ്മളെ ഫേസ് ചെയ്ത് കയറി വന്നതിന് ശേഷം ഈ കാണുന്ന പോർഷനിൽ ഇവിടെ കൊണ്ടുവന്ന് കപ്പൽ ഒരു 180 ഡിഗ്രി ടേൺ എടുത്തതിന് ശേഷം അങ്ങോട്ട് ഫേസ് ചെയ്ത് സൗത്ത് ഫേസ് ചെയ്ത് ബർത്തിലേക്ക് അടുപ്പിച്ചായിരിക്കും ഇവർ ബാക്കി അവിടുത്തെ അൺലോഡിങ്ങും ലോഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന പുലിമുട്ടിൻ്റെ തൊട്ടപ്പുറത്തെ പോർഷൻ ഒരു ടേണിംഗ് സർക്കിളാണ്. ഒരു 700 മീറ്റേഴ്സ് വരുന്ന ഒരു ടേണിംഗ് സർക്കിളാണ്. അവിടുത്തെ ആഴം ഏതാണ്ട് 18.5 മീറ്റേഴ്സ് വരെയാണ് അവിടുത്തെ ആഴം വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് വേൾഡിലുള്ള ഏറ്റവും വലിയ ഷിപ്പ് വരെ, ഏറ്റവും ആഴം കൂടിയ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ ഷിപ്പിന് വരെ ഇവിടെ വന്ന് ഇവിടുത്തെ ലോഡിങ്ങും അൺലോഡിങ്ങും സുഖമായിട്ട് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ ടേണിംഗ് സർക്കിളിനകത്താണ് കപ്പൽ വന്ന് തിരിച്ചതിന് ശേഷം ബർത്തിലേക്ക് ചേർത്ത് അടുപ്പിച്ച് ഷിപ്പ് ടു ഷോർ സർവീസ് എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർ ടു ഷിപ്പ് സർവീസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കിവിടെ വിഴിഞ്ഞത്ത് ആവശ്യമായിട്ട് വരുന്നത് 4 ടഗ്ഗുകളാണ്. വിഴിഞ്ഞം പോർട്ടിന് അദാനി ഇപ്പം ഓൾറെഡി ഓർഡർ കൊടുത്തു, അത് ഓൾറെഡി കിട്ടുകയും ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പം 4 ടഗ്ഗും ഇപ്പോൾ അദാനിയുടെ മറ്റ് പോർട്സിലാണ് ഉള്ളത്. ഇവിടുത്തെ ആവശ്യം വരുന്നതനുസരിച്ച് ഇങ്ങോട്ടേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും. അതാണിപ്പോൾ ലേറ്റസ്റ്റ് പ്ലാൻസ്. അപ്പം 4 ടഗ്ഗും പിന്നെ ഒരു 2 മൂറിംഗ് ലോഞ്ച് ചെറിയ വെസൽസാണ്, അതുണ്ട്. അതിനുശേഷം ഒരു പൈലറ്റ് കം നാവിഗേഷൻ ഒരു വെസലുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ പോർട്ടിന് ആവശ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് ഫേസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ, ഈ ടഗിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, അത് ഡെലിവറി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പം പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ തന്നെ അത് കംപ്ലീറ്റ് ആവും. പോർട്ടിൻ്റെ ഒരു പ്രോഗ്രസ് അനുസരിച്ച്, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് പ്രോഗ്രസ് അനുസരിച്ച് അതെല്ലാം നമുക്ക് ഡെലിവറി ആവും. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ബാർജ് അടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ബാർജ് പൊസിഷൻ ബാർജിൻ്റെ സൈഡിലേക്ക് വരുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വന്ന് അവിടെ പൊസിഷൻ ചെയ്ത് ആ റോക്സ് അവിടെ ഡംപ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം.
സ്പ്ലിറ്റ് ബാർജ് ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഒരു 180 ഡിഗ്രി ടേൺ എടുത്തതിന് ശേഷം ആ ടക്സിൻ്റെ അസിസ്റ്റൻസോടെ ആ പൊസിഷൻ ബാർജിൻ്റെ സൈഡിൽ പോയി അവിടെ ഡംപ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. കാണാമല്ലോ, ടക്കിൻ്റെ അസിസ്റ്റൻസോടെയാണ് സ്പ്ലിറ്റ് ബാർജ് കറക്റ്റ് സൈഡിലൊക്കെ വരുന്നതും ആ ടേണൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ടഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫുൾ ലോഡായിരിക്കും ഈ സ്പ്ലിറ്റ് ബാർജിന്. ഒരു 1200 ടൺസ് വരെ ബോൾഡേഴ്സ്, ഈ പറയുന്ന റോക്സ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 1200 ടൺസാണ് അതവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് അവിടെ കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുന്ന് പൊസിഷൻ ചെയ്ത് ഈ പൊസിഷൻ ബാർജിൻ്റെ സൈഡിലാണ് അവർ വന്ന് ഡംപ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതാണോ എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. ചെക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ടിങ്, കോവളത്ത് നിന്ന് വരുന്ന സ്പീഡ് ബോട്ട്സ് ഒക്കെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ കാണാം. അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റൊരു ബാർജും കിടപ്പുണ്ട്. മറ്റൊരു ബാർജാണ്. അതും ഈ കല്ല് ഡംപ് ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ ഒരു എക്യുപ്മെൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു ആ ബാർജ്. ഇതെല്ലാം ടക്സാണ് ഈ കിടക്കുന്നത്. ഫിഷിംഗ് ബോട്ട്സ് കാണാം. വേറൊരു ലോറി ഇതുപോലെ ബൗൾഡേഴ്സായിട്ട് പോകുന്ന ഒരു ലോറി കാണാം. എനിക്ക് തോന്നുന്നു മൂവ് ചെയ്യുന്നുണ്ടല്ലോ, സ്പ്ലിറ്റ് ബാർജ് മൂവ് ചെയ്യുന്നുണ്ട്. ടേൺ ചെയ്ത് കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ ബ്രിഡ്ജിൽ ക്യാപ്റ്റനൊക്കെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റ് ഓഫീസേഴ്സ് ആയിരിക്കും. അവരൊക്കെ നടക്കുന്നതെല്ലാം നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്.